ഇന്ന് നമ്മൾ പറയുന്നത് സ്വാഡ്ലിങ്ങിനെ കുറിച്ചാണ്. അതായത് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ഒരു ന്യൂ ബോൺ കുഞ്ഞിനെ പൊതിഞ്ഞൊക്കെ നടക്കുന്ന രൂപം, അതാണ് സ്വാഡ്ലിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു നീണ്ട തുണിയിൽ കുഞ്ഞിനെ കവർ ചെയ്ത് കൊണ്ടു നടക്കുന്നത്. അങ്ങനെ സ്വാഡ്ലിങ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചെയ്യുമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏത് പ്രായം വരെ ചെയ്യാം, അല്ലെങ്കിൽ എന്ന് നിർത്തണം? ഇതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം, ഈ സ്വാഡ്ലിങ് ചെയ്യാൻ പാടുള്ള ഒന്നാണോ? ചെയ്യാം, കുഴപ്പമില്ല. കാലങ്ങളായി നമ്മുടെ നാട്ടിൽ ആചരിച്ചു പോരുന്ന അല്ലെങ്കിൽ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ എന്താണ് ഗുണമുള്ളത്? ഗുണം എന്ന് പറയുന്നത്, ഒരു കുഞ്ഞിന് എപ്പോഴും അങ്ങനെ ഒരു പൊതിഞ്ഞ് സ്വാഡിൽ ചെയ്ത് നടക്കുന്ന ഒരു ഫീലിംഗ് ഓഫ് കംഫർട്ട് ഉണ്ടാവും കുട്ടിക്ക്. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതുപോലെ തന്നെ ഒരു കരയുന്ന കുട്ടിയൊക്കെ പെട്ടെന്ന് കരച്ചിൽ നിർത്താൻ ഒരു സൂത്തിങ് മെത്തേഡായിട്ട് അത് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ആദ്യ നാളുകളിൽ കുഞ്ഞിനെ അങ്ങനെ കവർ ചെയ്യുന്നത് ഒരു ഗുണമുള്ള കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തണുപ്പുള്ള പ്രദേശങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു കോൾഡ് പ്രിവെൻഷനും കൂടിയാണ്, ഈ തണുപ്പിന്റെ ഒരു പ്രൊട്ടക്ഷനും കൂടിയാണ്. പക്ഷേ വളരെ പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ. ഒരു കുഞ്ഞിനെ ഇങ്ങനെ സ്വാഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു കുഞ്ഞിനെ ടൈറ്റായിട്ട് സ്വാഡിൽ ചെയ്യരുത്, ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ട്. അപ്പൊ അതെങ്ങനെ മനസ്സിലാക്കുക? ഒരു കുഞ്ഞിനെ നിങ്ങൾ അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 1-2 ഫിംഗേഴ്സ് ആ കുഞ്ഞിന്റെ ചെസ്റ്റും ഈ തുണിയുടെയും ഉള്ളിലൂടെ ഇങ്ങനെ കടത്താൻ പറ്റും. മനസ്സിലാവണ്ടല്ലോ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു കുഞ്ഞിനെ അങ്ങനെ സ്വാഡൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന തുണി ഭയങ്കര കട്ടിയുള്ള തുണി ആവരുത്, നൈസായിട്ടുള്ള തുണി കൊണ്ട് സ്വാഡൽ ചെയ്യാം. മൂന്നാമത്തെ കാര്യം, ഒരു കുട്ടിയെ ഓവർ ഹീറ്റ് ചെയ്യുന്ന രൂപത്തിൽ, അതായത് അമിതമായി കുഞ്ഞിന്റെ ശരീരം ചൂടാകുന്ന രീതിയിൽ സ്വാഡൽ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോം പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഓവർ ഹീറ്റിംഗ് ഈ സഡൻ ഇൻഫന്റ് ഡെത്ത് സിൻഡ്രോത്തിന് റിസ്ക് ആണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ശരീരം ഓവർ ഹീറ്റ് ആവുന്ന രീതിയിൽ സ്വാഡൽ ചെയ്യാൻ പാടില്ല. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സമയത്തും കുഞ്ഞിനെ സ്വാഡൽ ചെയ്ത് വെക്കരുത്. കുഞ്ഞ് ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ സ്വാഡൽ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സ്വാഡൽ ചെയ്യേണ്ടത്. കുഞ്ഞ് ഉണർന്നിരിക്കുമ്പോൾ, കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്വാഡലിങ് ഒഴിവാക്കണം. ഇനി ഏത് പ്രായം വരെ സ്വാഡൽ ചെയ്യാം, അല്ലെങ്കിൽ എന്ന് ഈ സ്വാഡലിങ് നിർത്താം? ഏത് പ്രായം വരെ സ്വാഡൽ ചെയ്യാം എന്നുള്ളതിന്റെ ഒറ്റ ഉത്തരം, നിങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങനെ സ്വാഡൽ ചെയ്ത് കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളെ കുഞ്ഞിനെ ഉറക്കാൻ കിടത്തിയ സമയത്ത് കുഞ്ഞ് ഏത് പ്രായം തൊട്ട് ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്, ആ പ്രായം തൊട്ട് നിർത്തണം. ഇനി ഒരു മാസക്കണക്ക് പറയുകയാണെങ്കിൽ, ചില കുട്ടികൾ 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസത്തിലോട്ട് കടക്കുമ്പോഴേ ഉറക്കത്തിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സും ഈ കിടത്തിയ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു നീക്കമൊക്കെ ഉണ്ടാവും. അങ്ങനെ മൂവ്മെന്റ്സ് ഏത് കാലത്ത് തുടങ്ങുന്നോ ആ കാലം തൊട്ട് നിർത്തണം. അപ്പൊ ചില കുട്ടികൾ 2 മാസം ആകുമ്പോഴേ മൂവ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ എത്രയും പെട്ടെന്ന് നിർത്തണം. ആ 2 മാസം ആകുമ്പോഴേ ഈ സ്വാഡലിങ് നിർത്തണം. എന്തുകൊണ്ടാ? കാരണം ഒരു കാര്യം എനിക്കറിയാം, അതായത് 2 മാസമുള്ള കുട്ടി എന്തായാലും കമഴാൻ പോകുന്നില്ല, പക്ഷെ മൂവ്മെന്റ്സ് പോലും റിസ്ക് ആണ്. കാരണം നിങ്ങളെ കുട്ടിയെ സ്വാഡിൽ ചെയ്ത് ഉറക്കാൻ കിടത്തി, കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടിക്ക് ഈ സ്വാഡിൽ ചെയ്തതിന്റെ ഇടയിൽ കിടന്ന് അഥവാ ഒന്ന് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ശ്വാസം മുട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രായം തൊട്ട് നിർത്തണം. മിക്കവാറും 1 മാസം അവസാനം 2 മാസം അവസാനമൊക്കെ ആകുമ്പോൾ മൂവ്മെന്റ് തുടങ്ങും. പക്ഷെ ഒരു വാസ്തവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരും 1 മാസം 2 മാസം വരെ ഒന്നും സ്വാഡൽ ചെയ്യാറില്ല. അവർ ഇനീഷ്യൽ 1 വീക്ക് 2 വീക്ക് വരെ ചെയ്യാറുള്ളൂ. പക്ഷെ നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും കൃത്യമായ ഗൈഡ് ലൈൻസിലുള്ള പോലെ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എന്നെ വിശദമായി പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ട് ഒരു പോയിന്റ് പറയാം. ഏറ്റവും നല്ലത് ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ മതിയാവും. പിന്നീട് അങ്ങോട്ട് സ്വാഡലിങ്ങൊന്നും ആവശ്യമില്ല. പിന്നീട് അങ്ങോട്ട് അവർക്ക് ഒരു ഫുൾ സ്ലീവ് ഉള്ള കുപ്പായ ഇട്ട് കൊടുക്കാം. ഇനി ആ ഡ്രസ്സിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം, കാരണം ഡ്രസ്സിങ് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പം ഇത്രയും മനസ്സിലായല്ലോ സ്വാഡലിങ്ങിനെ കുറിച്ച്. അതോടൊപ്പം എപ്പോൾ സ്വാഡലിങ് ചെയ്യരുതെന്നുള്ളതിന് മറ്റൊരു പോയിന്റ് ആണ്, നിങ്ങളുടെ കുട്ടി ഈ സ്വാഡലിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കംഫർട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്കും നിങ്ങൾ സ്വാഡൽ ചെയ്യരുത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതാണ് സ്വാഡലിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. പാരന്റിങ് ജേർണിയുടെ ഭാഗമാവാൻ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാം.